നമസ്കാരം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമേസിംഗ് ആഫ്രിക്ക. ഇന്ന് നമുക്ക് നമ്മുടെ ആഫ്രിക്കയിലെ വീട് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്, ഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് സിയറ ബ്രൂക്സ് എന്നാണ്. ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കാനുള്ളൊരു കാരണമുണ്ട്. ആ കാരണമാണ് നമുക്ക് ഈ കാണുന്നത്. ഇത് ഒരു സ്കൂളാണ്. നമ്മുടെ നിളക്കുട്ടം പഠിക്കുന്നത് ഈ സ്കൂളിലാണ്, ബ്രൂക്ക് സൈഡ് മോണ്ടസറി സെൻറ്റർ. ഇപ്പോൾ കുറച്ച് കൂട്ടുകാർക്ക് അറിയാമായിരിക്കും, ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ ആഫ്രിക്കയിലെ ഒരു രാജ്യമായിട്ടുള്ള കെനിയയിൽ, അതിൻ്റെ ക്യാപിറ്റലായ നൈറോബിയിലാണ്. അപ്പം നമുക്ക് വീടിൻ്റെ അകത്തോട്ട് പോയിട്ട് കാണാം. ഇതാണ് കാർ പാർക്കിംഗ് ഏരിയ. ഇവിടെ ഇങ്ങനെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കാറാണ്. പിന്നെ ഇവിടെ എല്ലാം വിസിറ്റേഴ്സിന് പാർക്ക് ചെയ്യുന്ന സ്ലോട്ടുകളാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്, കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ആദ്യം താഴെയായിരുന്നു കേട്ടോ വീട്. ആ സമയത്ത് നമ്മൾ ഇവിടെ ഇട്ടിരുന്നേ. വീടിനുള്ളിനേക്കാളും പുറത്തെ കാഴ്ചകളാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കുറേ മരങ്ങളുണ്ട്. അത്തിപ്പഴത്തിൻ്റെ മരമില്ലേ, അതുണ്ട്. വാഴയുണ്ട്. പിന്നെ കുറേ ബുഷസ് ഉണ്ട്. നല്ല ഭംഗിൻ്റെ അകത്ത് കാണാൻ. ഇവർ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പൗണ്ടിൽ നല്ല തണുപ്പാണ്. നൈറോബി അത്യാവശ്യം നല്ല തണുപ്പുള്ളൊരു സ്ഥലമാണ്. പക്ഷേ ഈ കോമ്പൗണ്ട് ഇത്രയും കൂടി തണുപ്പാണ്. അമേസിംഗ് ആഫ്രിക്ക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറക്കല്ലേ. ഈ കാണുന്ന ഈ പച്ചപ്പിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതിൻ്റെ 1ാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇതൊരു പഴയ അപ്പാർട്ട്മെൻ്റ് ആട്ടോ. ആ കാണുന്ന ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ കാണുന്ന രീതിയിലുള്ള അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഇപ്പോൾ പുതിയ അപ്പാർട്ട്മെൻറ്റുകളാണ്. പഴയ അപ്പാർട്ട്മെൻറ്റിന് ഇത്രയും കൂടി ക്വാളിറ്റി കൂടുതലായിരിക്കും ഉള്ളിൽ ഉള്ള സാധനങ്ങൾക്ക്. ഫിറ്റിങ്സിനൊക്കെ ക്വാളിറ്റി കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കാണാം. നമുക്ക് സ്റ്റെപ്പ് കയറി തന്നെ വേണം പോവാൻ. ഇവിടെ ലിഫ്റ്റ് ഇല്ല. സാധാരണ ഇവിടെ ഇതുപോലത്തെയുള്ള വലിയ ഫ്ലാറ്റുകളിനേക്കാളും ഇതുപോലെ 4 നില 3 നിലയൊക്കെയുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ് കാണുക. ഇവിടെ 3 ബ്ലോക്ക് ഉണ്ട്. അതിൽ എ ബ്ലോക്കിൽ നമ്പർ 3 വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്കപ്പം മുകളിലേക്ക് നടന്നു പോകാം. ഓക്കെ, നടക്കാനുള്ള ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എങ്കിലും സെലക്ട് ചെയ്തത്. അല്ലെങ്കിൽ മുകളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്നത്ര മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോകാം. ഇതാണ് നമ്മുടെ വീട്. 2 മുറിയുള്ള വീടാണ്. 2 ബെഡ്റൂം ഉണ്ട്, ഒരു ഹോള്. ഈ ഹോളിനോട് ചേർന്ന് തന്നെ, ഈ ലിവിങ് ഏരിയനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ഡൈനിങ് ഏരിയ ഉള്ളത്. കെനിയയിലെ മിക്ക വീടുകളും അങ്ങനെ തന്നെയായിരിക്കും, സെപ്പറേഷൻ ഉണ്ടാകത്തില്ല. ഒരു ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് ഗസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്. പിന്നെ 2 റൂം അപ്പുറത്തും പുറത്തുമായിട്ട് 2 റൂമുണ്ട്. 2 റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള റൂമാണ്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ കേട്ടോ ഇത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്ത് നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പൊക്കെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കിരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്
ഒരു ഊഞ്ഞാലിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിലക്കുട്ടന്റെ സ്കൂള് തൊട്ടടുത്താണ്. അപ്പൊ ഇവിടെ ഇരുന്ന് എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലക്കുട്ടൻ അവിടെ കളിക്കണത് കാണാം. അപ്പൊ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ള സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നാൽ ഞാൻ എഡിറ്റ് ചെയ്യാം. ഈ ഒരു കോർണറിൽ എപ്പോഴും ഞാനിവിടെ ഇരിക്കണ കാണാം. എൻ്റെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടാവും, എൻ്റെ സാധന സാമഗ്രികൾ, എന്താ പറയുക, ഇത് മൈക്ക്, പിന്നെ നരേഷൻ പറയാനുള്ള ഡയറി, അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ടാവും. 8 വർഷം മുമ്പ് ഞാനിവിടെ കെനിയയിൽ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന കലാപരിപാടികളാണ് ഇതെല്ലാം. ഇത് ശരിക്കും ബ്രഷും ക്യാൻവാസൊക്കെ ഞാൻ കണ്ടത് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. ഈ പെയിൻറ്റിങ് കുറച്ച് 2-3 പെയിൻറ്റിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. മ്യൂറൽ പെയിൻറ്റിങ്സ് ആണ് കൂടുതൽ ചെയ്യാറ്. ഇതെല്ലാം ഞാൻ ഇവിടെ വന്നതിന് ശേഷം യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ചെയ്തതാ. കാരണം ഇവിടെ ഈ പെയിന്റിങ്സിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ വീട് ഇത് നമ്മൾ എല്ലാ ഫർണിച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാ. ഒരു ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് ഇവിടെ റെന്റിന് എടുക്കാന്ന് പറയുന്നത് ഭയങ്കര പൈസ കൂടുതലാണ്. അപ്പൊ നമ്മൾ കുറേ നാളിവിടെ നിൽക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലത് ഇതുപോലെ ഫർണിച്ചേഴ്സ് വാങ്ങുന്നതാണ്. നമ്മൾ പണിയിപ്പിച്ചതാണ്, പൈസ കുറച്ച് ഈ റോഡ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ട് പണിയിച്ച ഫർണിച്ചേഴ്സാണ്. ഇവിടുത്തെ ഷോറൂമിലൊക്കെ പോയി ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. 1 ലക്ഷത്തിന്റെ പ്ലസ് ഒക്കെയാണ് ഈ ഡൈനിങ് ടേബിളൊക്കെ കാണുന്നത്. അതിൽ കുറവൊന്നും ഒരു കടയിൽ ചെന്നാൽ നമുക്ക് കിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ പണിയിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര പൈസ കുറച്ച് കിട്ടി. അപ്പം ആ സമയത്ത് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചൊക്കെ നടന്നപ്പോഴാണ് ഇവിടെ ഉള്ള പെയിന്റിങ്സിന്റെ ഒക്കെ വില മനസ്സിലായത്. അന്ന് വിചാരിച്ചു അന്നത്തെ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാന്ന്. അങ്ങനെ ചെയ്ത പെയിന്റിങ്സ് ആണ്. കുറച്ച് മ്യൂറൽസ് ഉണ്ട്, കൃഷ്ണന്റെ മ്യൂറലുണ്ട്, ഗണപതിയുടെ മ്യൂറലുണ്ട്, വേറൊരു കൃഷ്ണന്റെ മ്യൂറൽ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ വീട്ടില് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ പോലെ തോന്നും. ഇതൊക്കെ കണ്ടോ, സ്ലേറ്റ് ഒക്കെയാണ്, നിളക്കുട്ടന്റെ സ്ലേറ്റിലൊക്കെയാണ് നമ്മൾ ഈ തക്കിട തരികിട പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഇതെല്ലാം ഇത് കണ്ടോ, ഇതിവിടെ കായാണ്. ഇത് ഞാൻ ചെയ്തതല്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ ഇവർ കൊത്തുപണി ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചൊരക്കയുടെ കായൊക്കെ ഇല്ല, അതുപോലെ ഇവിടെ കാണുന്ന ഒരു സ്പെഷ്യൽ കായയിൽ അവർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എന്താ പറയാ, പൈസ കുറവിന് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്ന് മേടിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെല്ലാം. നമ്മുടെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് നമ്മളൊരു ഷൂ റാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതും നമ്മൾ ഈ മറ്റുള്ള ഫർണിച്ചേഴ്സ് പണിത പോലെ തന്നെ ഇത് നമ്മൾ ഇതുപോലെ വില കുറഞ്ഞ സ്ഥലത്ത് നിന്ന്, അതായത് ഒരു റോഡ് സൈഡിൽ ഇതുപോലെ നല്ല രീതിയിൽ അവർ ഉണ്ടാക്കി തരും. അവര് കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. മാത്രമല്ല അത്യാവശ്യം ക്വാളിറ്റിയിലൊക്കെ അവർ നല്ല രീതിയിലുള്ള ഭംഗിയിൽ ചെയ്തു തരും കേട്ടോ. അപ്പൊ അതാണ് നമ്മളിവിടെ ഷൂ റാക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ മുകളിൽ നമ്മൾ കുറച്ച് ഒരു ബുദ്ധയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പലരും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും പിന്നെ ഗിഫ്റ്റ് കിട്ടിയത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അമേസിങ് ആഫ്രിക്കയുടെ ഒരു ലോഗോ ഞാൻ ജസ്റ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളൊരു സ്റ്റാർ പോലത്തെ ഒരു ഇത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കൊലയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോ ഇല്ലേ, അതില് ഗോൾഡൻ കളറുള്ള പെയിന്റ് അടിച്ചിട്ട് അതിന്റെ നടുക്ക് നമ്മുടെ ഒരു പഴയ കണ്ണാടി ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറേ നാളായി ഞാനത് ചെയ്തിട്ട്, ഇപ്പൊ ഒരു 3-4 വർഷമായി. പക്ഷെ അതിന് ഒരു പ്രശ്നമല്ല, ഇപ്പോഴും നല്ല ഭംഗിയിലാണ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ വന്ന് കയറിയ ഏരിയ ഞാൻ ഇപ്പൊ കാണിക്കാന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങളെ ടോയ്ലറ്റ് കാണിച്ചു തരുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. നമ്മളിവിടെ നിന്ന് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ആണ്. ഇത് ഗസ്റ്റിന് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ഒരു അത്യാവശ്യം കൈ കഴുകാനുള്ള ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, കുഞ്ഞു ടോയ്ലറ്റ്. അപ്പൊ ഇവിടെ നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, ഇത് നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ, വിനിത എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ചേച്ചിയുടെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കോ, ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. കാരണം ചേച്ചി അടിപൊളിയായിട്ടുള്ള, ചേച്ചിക്ക് ഇങ്ങനെ DIY ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണിത്. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയൊരു ടിങ് ടോങ് സാധനം തൂക്കിയിട്ടുണ്ട്. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി, സത്യത്തിൽ ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട്, ഇത് ചൈനീസ് എന്തോ ഒരു സാധനമാണ്, എന്തോ ഒരു ഒച്ചേക്കുന്ന സാധനം.
ഇത് ഡൈനിങ് ഏരിയ, നമ്മുടെ ലിവിങ് ഏരിയയോട് ചേർന്നിട്ടുള്ള തന്നെയാണ്. അതിന്റെ പുറകില് മസായിസിന്റെ ഒരു മാല ഞാൻ തൂക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 3 ഗ്ലാസിന്റെ ഒരു ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിൽ നിന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാ ഈ ഒരു 3 ഐറ്റം. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗണപതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ദൈവമാണ്. ഞാനപ്പോ ഗണപതിയുടെ ഒരു ചെറിയൊരു ഹാങ്ങിങ്സ് അവിടെ തൂക്കിയിട്ടുണ്ട്. എന്റെ പുറകേല് ഇവിടെ ഇത് ഞാൻ ടാൻസാനിയ പോയ സമയത്ത് അവിടെ ഒന്ന് വാങ്ങിച്ച പെയിന്റിംഗ് ആണ്. ഇത് മാത്രം നമ്മള് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ ഈ ഹോളിന്റെ 2 വശങ്ങളിലായിട്ടാണ് 2 ബെഡ്റൂംസ്. നമുക്ക് അത് കാണാം. അപ്പൊ ഈ ഡൈനിങ് ടേബിളിന്റെ ഈ ഒരു വശത്തായിട്ട് ഒരു മുറിയുണ്ട്. അപ്പൊ കയറി ചെല്ലുമ്പോ തന്നെ ഈ പെയിന്റിങ്ങും ഞാൻ ചെയ്ത പെയിന്റിംഗ് ആണ്. ഇത് നേരത്തെ പറഞ്ഞ വിനിത ചേച്ചി വീണ്ടും എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു ഐറ്റം ആണ്. പിന്നെ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതില് നിലക്കുട്ടൻ്റെ ബെഡ് ഇവിടെ നമ്മൾ കിടക്കുന്നു. പിന്നെ ഈ കാണുന്ന ഇവിടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. അത് ഞാൻ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പം നിലക്കുട്ടൻ പറഞ്ഞു നിലക്കുട്ടനും പപ്പയാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നിലക്കുട്ടൻ്റെ ബെഡിൻ്റെ അവിടെ സെറ്റ് ചെയ്ത്. നിളയുടെ കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും അവിടെ കാണാം. ഇത് നമ്മൾ കാണാത്ത സമയത്ത് വന്നിട്ട് നിലക്കുട്ടൻ കൊണ്ടുവന്ന് മതിലിൽ ഒട്ടിച്ചു വെച്ചതാ. അപ്പോൾ അതങ്ങനെ നിലക്കുട്ടൻ്റെ ബെഡും നമ്മൾ കിടക്കുന്ന സ്ഥലവും. എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ ഉള്ളത് ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ആയിട്ട് മിററൊക്കെ ആയിട്ടൊരു സംഗതി ഉണ്ട്. ഇനി അടുത്തത് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ജസ്റ്റ് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കിടക്കാനുള്ള രീതിയിലൊരു ബെഡ്റൂമാണ്. ഇവിടെ കണ്ണൻ്റെ ഒരു ഓഫീസ് ടേബിള്, കണ്ണൻ വർക്ക് ചെയ്യുന്ന ഇവിടെ ഇരുന്നിട്ടാണ്. ഇവിടെ ഉണ്ട് ഒരു ടോയ്ലറ്റ്, ജസ്റ്റ് ഒരു ബാത്ത് ടബ് ഒക്കെ ആയിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നിളക്കുട്ടൻ്റെ സ്കൂളാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. കളിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാം. അതുപോലെ ഇവിടെ ഒരു വീണ്ടും നമ്മുടെ കലാസൃഷ്ടിയാണ്. പിന്നെ ഇത് വീണ്ടും നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണതാട്ടോ. പെയിന്റ് ചെയ്യാൻ അറിഞ്ഞിട്ടൊന്നുമല്ല, ജസ്റ്റ് യൂട്യൂബ് കണ്ട് ഓരോന്ന് ചെയ്യുന്ന. അങ്ങനെ ഇവിടെ ഒരുപാട് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കബോർഡൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ആ മോളിൽ കാണുന്ന 2 തട്ടിൽ വെക്കാം. പിന്നെ ഇവിടെ അത്യാവശ്യം നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രത്യേകത, നമ്മുടെ തറയെല്ലാം മരം വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം ഇവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഫാൻ ഇല്ല, കണ്ടോ? ഒരു മുറിയിലും നമുക്ക് ഫാൻ ഇല്ല. അത്ര ഫാനിന്റെ ആവശ്യമില്ല. ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് ഫാനിന്റെ ആവശ്യമില്ല. ഇതാണ് നമ്മുടെ അടുക്കള, കുഞ്ഞടുക്കള കേട്ടോ. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തും ഉണ്ട്. പിന്നെ സാധാരണ കെനിയയില് അടുക്കളകളിലൊക്കെ സാധാരണ ഒരു സ്റ്റോർ റൂം കാണാറുണ്ട്. അപ്പം അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു പരിപാടിയാണ് ഈ ഒരു കബോർഡ് പണിയിച്ചത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇവിടെയും ഒരു കുഞ്ഞി സ്റ്റോറേജ് സ്പേസ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞി ഫ്രിഡ്ജ് ഉണ്ട്. അടുക്കളയിലോട് ചേർന്നിട്ട് ഇവിടെയാണ് വാഷിംഗ് ഏരിയ. കണ്ടോ? ആ കാണുന്ന കവർ കണ്ടോ? അത് നമ്മൾ സാധാരണ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചേക്കണോണ്ട് നമ്മൾ ആ കവറിലാണ്, ആ കവർ കൊണ്ടാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുത്തിട്ട് കവർ മേടിക്കണം. അപ്പം നമ്മളിങ്ങനെ കവർ സൂക്ഷിച്ചു വെക്കും. അതുകൊണ്ട് നമ്മൾ ഷോപ്പിംഗ് മാർക്കറ്റിൽ പോകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.
നമ്മളുടെ ബോഡി ഇവിടെ വെക്കാം സ്വിങ്ങിൽ നമ്മൾ ടൈറ്റ് ആക്കാം നമ്മൾ സ്വിങ് ചെയ്യാം കണ്ടോ കേട്ടോ കേട്ടോ കണ്ടോ കണ്ടോ കേട്ടോ